പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്താൻ സാധിച്ചതിൽ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തും. ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതായിരുന്നു. അന്നത്തെ എൻ്റെ പേര് അഖിൽ ജോസ്. ഞാൻ കോഴിക്കോട് ജില്ല വേനപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ വൈഫ് മാർട്ടീന. ഞാൻ 2022 സെപ്റ്റംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതായിരുന്നു. വരാനുള്ള കാരണം എൻ്റെ വീടിൻ്റെ പണി പകുതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നു. ജോലിയുടെ കാര്യം വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. ഞാൻ മുമ്പ് ഖത്തറിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കൊറോണയുടെ സമയത്ത് ഞാൻ നാട്ടിൽ പോരേണ്ടി വന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോകാൻ നോക്കിയിട്ട് യാതൊരു വിധത്തിലും വിസയുടെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ലായിരുന്നു. അപ്പോഴെൻ്റെ പപ്പയുടെ പെങ്ങൾ പറഞ്ഞു, ഇവിടെ ആലപ്പുഴ കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, നീ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ എനിക്ക് ഈ ഉടമ്പടിയെ പറ്റിയും ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയാതെയാണ് ഞാൻ അവിടുന്ന് കയറിയത്. അവിടുന്ന് ഇവിടെ വന്നു, രാവിലെ ഇവിടെ വന്നിറങ്ങി. ഇവിടെ വന്നപ്പോഴാണ് ഉടമ്പടി ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നതൊക്കെ അറിയുന്നത്. ഏതായാലും വന്ന സ്ഥിതിക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തു. ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അന്ന് രാത്രി മാതാവ് എനിക്ക് ഉറക്കത്തിൽ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഉടനെ തന്നെ നിനക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാവും, അതിൻ്റെ കാര്യങ്ങൾ എല്ലാം വഴിക്ക് വന്നോളും എന്ന് സ്വപ്നത്തിൽ പറയുകയും ഞാൻ തൊട്ടടുത്ത ഒരു 10 ദിവസത്തിനുള്ളിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂ വരികയും അത് അറ്റൻഡ് ചെയ്യുകയും അതിൻ്റെ ഓഫർ ലെറ്റർ കാര്യങ്ങളെല്ലാം വന്നിരുന്നു. അതിനുശേഷം പിന്നെ അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോൾ ഞാനൊരു പകുതി മനസ്സൂടെ വേണോ വേണ്ടയോ എന്നുള്ള ഇതിൽ നിന്നു. പിന്നെ 94-ാമത്തെ ദിവസം ഞാനിവിടെ വന്നു, ഉടമ്പടി പുതുക്കി അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് ഇവിടുന്ന് തിരിച്ച് ഞാൻ ഇറങ്ങി അങ്കമാലി എത്തിയപ്പോൾ എനിക്ക് എൻ്റെ സ്പോൺസറെ അടുത്തുനിന്ന് വിളി വന്നു. മെഡിക്കൽ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്ത് കയറി വരാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് തിരിച്ച് ഖത്തറിൽ പോകാനും ജോലിയിൽ കയറാനും നല്ല ശമ്പളത്തോടു കൂടി അവിടെ ജോലി ചെയ്യാനും സാധിച്ചു. അതിനുശേഷം എൻ്റെ വീടിൻ്റെ മുടങ്ങിക്കിടന്ന പണി കണ്ടിന്യൂ ചെയ്യാനും അത് 2024 ജൂലൈയിൽ കയറിക്കൂടൽ നടത്താനും സാധിച്ചു. കിണർ വെള്ളം കാണാനും അതിനെല്ലാം മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹം എനിക്കുണ്ടായി. അതിനുശേഷം എൻ്റെ കല്യാണത്തിൻ്റെ കാര്യമായിരുന്നു. ഏജ് കുറച്ച് കൂടുതലായിരുന്നു, 37. കല്യാണാലോചനകൾ ഒരുപാട് നടന്നു. ഇവിടുന്ന് ഒന്നും സെറ്റായി വന്നില്ല. അവസാനം എൻ്റെ ഒരു ആൻറ്റി ആസാമിലൊരു സ്കൂളിൽ ടീച്ചറാണ്. അവിടെ സ്കൂളിൽ തന്നെ ടീച്ചറായിരുന്നു ഇവരും. അങ്ങനെ അവിടുന്ന് അവർ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് സംസാരിച്ച് അങ്ങനെ ഒരു ആലോചന സെറ്റായി. ഞാൻ അവിടെ പോയി കാണുകയും അതിന് ശേഷം ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ 12-ാം തീയതി ഞങ്ങളുടെ കല്യാണം കഴിയുകയും ചെയ്തു. അതിന് സാക്ഷ്യം പറയാൻ ഞാൻ ഇവിടെ വന്നതായിരുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു വിഹിതം ഞാൻ പാവപ്പെട്ട രോഗികളെ സഹായിക്കുമായിരുന്നു. പിന്നെ പത്രം എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഖത്തറിലായിരുന്നു. ഖത്തറിൽ കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും വെള്ളിയാഴ്ചകളിലാണ് ഞങ്ങൾക്ക് അവിടെ കുർബാന ഉണ്ടാവുക. മാക്സിമം എല്ലാ വെള്ളിയാഴ്ചകളിലും കുർബാനയിൽ പങ്കെടുക്കാനും പിന്നെ കുമ്പസാരം കാര്യങ്ങളും ഒരു 2 മാസത്തിലൊരിക്കലെങ്കിലും കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നു. സന്ധ്യാപ്രാർത്ഥനകൾ റൂമിൽ ഞാൻ ചെയ്യുമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ കൊന്ത ചൊല്ലിയിട്ടായിരുന്നു കടന്നുറങ്ങാറുണ്ടായിരുന്നത്. എല്ലാ സഹായങ്ങളും എല്ലാം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. প্ৰভু যীশু খ্ৰীষ্ট আৰু মাদাৰ মেৰী কৃপাসনমৰ স্তুতি হওক। মোৰ নাম হৈছে মাৰ্টিনা চেত্ৰীয়া আৰু মই আজি অসমীয়াত ক'ম যিহেতু মই অসমৰ। তেখেত হৈছে মোৰ স্বামী আৰু আমাৰ বিবাহ হৈছিলে 12 এপ্ৰিল যোৱা 12 এপ্ৰিলত 2026 চনৰ। আৰু মোৰ হাজবেণ্ডে 4টা বিষয়ৰ ওপৰত প্ৰাৰ্থনা জনাইছিলে ইয়াত আহি 2022 চনত। তেওঁৰ কোনো তেতিয়া চাকৰি নাছিলে, একোৱে নাছিলে আৰু তেখেত ইয়ালৈ আহি প্ৰাৰ্থনা কৰিছিলে। আৰু তেখেতৰ ভিজা হোৱা নাছিলে আৰু তেখেত বহুত চিন্তিত হৈ আছিলে। ইয়ালৈ আহি প্ৰাৰ্থনা কৰাৰ পাছত 90 দিনলৈকে তেখেতৰ একো উত্তৰ পোৱা নাছিলে। কিন্তু 90 দিনৰ পাছত তেখেতে ইয়ালৈ আহি আকৌ প্ৰাৰ্থনা কৰিব লাগিছিলে, কিন্তু তেওঁ কৰা নাছিলে। তাৰপাছত তেওঁ ভাবিলে যে যাওঁ প্ৰাৰ্থনা কৰোঁ। 94 দিনাখন তেওঁ আহি প্ৰাৰ্থনা কৰিলে আৰু তেতিয়া ইয়াৰ পৰা ওলোৱাৰ লগে লগে তেওঁ কাটাৰৰ পৰা ফোন কল পালে আৰু তেওঁ অফাৰ লেটাৰো পালে আৰু ভিজা প্ৰচেছড হৈ গ'ল আৰু তেনেকৈ তেওঁ এটা চাকৰি পালে। আৰু তাৰ কাৰণে তেওঁ ধন্যবাদ দিছে, ময়ো ধন্যবাদ দিছোঁ ঈশ্বৰক আৰু মাদাৰ মেৰীক। আৰু তাৰপিছত তেখেতৰ দ্বিতীয় যিটো প্ৰাৰ্থনা আছিলে সেইটো হৈছে এটা ঘৰ বনোৱাৰ। আৰু তেখেতে ঘৰ বনাওঁতে তেখেতৰ বহুত অভাৱ অভিযোগ হৈছিলে, কিন্তু হ'লেও ঈশ্বৰৰ ওপৰত ভৰসা ৰাখি মাদাৰ মেৰীৰ ওপৰত ভৰসা ৰাখি তেওঁ আৰম্ভ কৰিছিলে কামটো। আৰু বিগত 2 বছৰৰ আগত তেখেতে ঘৰটো বনোৱা কমপ্লিট কৰিছে আৰু সেই ঘৰটো তেওঁ ঈশ্বৰৰ কৃপাতে তেওঁৰ বনাই হ'ল। আৰু তাৰপিছত তৃতীয় বিষয়টো তেখেতৰ আছিলে ঘৰৰ পানীৰ যিটো যোগানৰ ব্যৱস্থা, যিটো পানীৰ ব্যৱস্থা তেওঁ হোৱা নাছিলে আৰু কুঁৱা খান্দিব লাগে, কুঁৱাত পানী পোৱা নাছিলে। আৰু সেইকাৰণে কি কৰিছিলে তেখেতে প্ৰাৰ্থনা জনাইছিলে
মাদাৰ মেৰিক আৰু প্ৰভু যীশুখ্ৰীষ্টক প্ৰাৰ্থনা জনাইছিলে আৰু আশ্চৰ্যৰূপে সেই কুঁৱাত পানী পালে তেখেতে আৰু আজিলৈকে পানীৰ একো অসুবিধা হোৱা নাই, ময়ো পোৱা নাই একো অসুবিধা পানীৰ। তাৰপাছত তেওঁৰ চতুৰ্থটো বিষয় আছিলে বিবাহৰ বিষয়টো। বিবাহৰ বিষয়টো যেতিয়া তেওঁ চাইছিলে, কিন্তু ঈশ্বৰে তেখেতৰ কাৰণে বিশেষ চাইছিলে চাগে, আৰু সেইকাৰণে আজি এই বছৰত 12 এপ্ৰিলত তেওঁৰ সেই চতুৰ্থটো বিষয় বিবাহৰ বিষয়টো সম্পূৰ্ণ হৈছে। আৰু যি 4টা বিষয়ৰ ওপৰত তেখেতে প্ৰাৰ্থনা কৰিছিলে, গোটেই 4টা বিষয়ৰ উত্তৰ তেখেতে পাইছে আৰু সেইকাৰণে তেওঁ আজি সুখী। আৰু তেওঁ আৰু লগতে মই তেখেতৰ অৰ্ধাংগিনী হিচাপে প্ৰভু যীশুখ্ৰীষ্ট মাদাৰ মেৰী কৃপাসনমক ধন্যবাদ দিছোঁ। আৰু আমি সদায় প্ৰভু যীশুখ্ৰীষ্টক তেখেতক আগত ৰাখি আমি আমাৰ জীৱনটো অতিবাহিত কৰিম আৰু আগবাঢ়ি যাম। അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:9 ആസാമിൽ നിന്നുള്ള മാർട്ടീന എന്ന മകളുടെ കൂടെയാണ് വിവാഹം നടത്തിയത്. പരിശുദ്ധ അമ്മയുടെ ഒരു ഗിഫ്റ്റാണ്, അതായത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് ഈ മകനും മകളും ഏപ്രിൽ 12 കല്യാണം കഴിഞ്ഞു. ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. മാർട്ടീന പറഞ്ഞതും ഇതുതന്നെയാണ്. ഈശോയുടെയും അമ്മയുടെയും ഒരു വലിയ കൃപയാണ്, പ്രത്യേകിച്ചും കൃപാസനം അമ്മയുടെ അനുഗ്രഹത്താലും കൃപാസനം അമ്മയുടെ പവർഫുൾ ഇൻ്റർസെഷൻ, അതായത് മധ്യസ്ഥതയുടെ ഫലമായിട്ടാണ്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നതെന്നാണ് മാർട്ടീന ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇന്നിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് ഉടമ്പടി എന്ന പദ്ധതിയുള്ളത്. ഒരു ആത്മീയ ജീവിത പദ്ധതിയാണ്. എന്ത് ആവശ്യമാണേലും നമ്മുടെ ഏത് പ്രശ്നമായാലും ഉടമ്പടിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോയും അമ്മയും നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കും. കാരണം നമ്മളെ കാത്തു സംരക്ഷിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരമ്മയാണ് കൃപാസന അമ്മ. ആ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും വിട്ടുകൊടുക്കാം. നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും രോഗാവസ്ഥകളും വിവാഹം നടക്കാത്തതും ജോലിയില്ലാത്തതുമെല്ലാം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. അമ്മയാണ് കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് അവർക്ക് വീഞ്ഞില്ല എന്നുള്ള കുടുംബ പ്രശ്നം ഈശോയുടെ കരങ്ങളിലേക്ക് പറഞ്ഞത്, ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോയത്. ആ അമ്മയാണ് ഇന്നും ഉടമ്പടിയിലൂടെ നമ്മുടെ ഓരോ പ്രശ്നങ്ങളും, നമ്മുടെ കുടുംബ പ്രശ്നങ്ങളെല്ലാം ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. ആ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കാം. ഈ ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ആത്മാർത്ഥതയോടെ മുന്നോട്ട് നയിക്കാം. ആ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മൾക്കും സങ്കീർത്തനം 52:9 കൂടെ നമുക്കും ഇതുപോലെ പറയുവാൻ സാധിക്കും. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടത്തേക്ക് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. നമ്മൾക്കും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു അവസരം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഖിലിനും കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ച് ഈ വിവാഹം നടത്തിയതിനും വീട് പണിക്കും ജോലിക്കുമെല്ലാം നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.